ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വന്ന് ചിന്തിക്കുകയാണെങ്കിൽ കർത്താവ് ചൊരിയുന്ന ഓരോ നന്മകള്, അനുഗ്രഹങ്ങള്, കൈപിടിച്ച് നടത്തുന്ന ഓരോ വഴികള്, ദൈവമക്കളെ ദൈവം ദാനമായിട്ട് ഈ ഒരു ജീവിതം നമുക്ക് തന്നുവെങ്കിൽ അവിടുത്തെ പരിശുദ്ധ നാമത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്നത്തെ ദിവസം മുഴുവനും ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുവാനുള്ള വഴികൾ തുറക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10:10 ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായിട്ടുണ്ടാകുവാനുമാണ്. ദൈവമക്കളെ, യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു ചെന്നവരെയും അവന്റെ നാമം വിളിച്ചപേക്ഷിച്ചവരെയും അവിടുന്ന് സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു വിട്ടു എന്നാണ് തിരുവചനം നമുക്ക് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. അവിടുത്തെ സന്നദ്ധിലേക്ക് കടന്നു വന്ന അല്ലെങ്കിൽ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ച ഒരു മകനെ, ഒരു മകളെ അവിടുന്ന് ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല. ഈ ജീവിതം, ഈ ഒരു ദിവസം ദൈവമായ കർത്താവ് നമുക്ക് പ്രദാനം ചെയ്തുവെങ്കിൽ മക്കളെ, നമ്മൾ കടന്നു പോകുന്ന വഴികളെ, കണ്ടുമുട്ടുന്ന വ്യക്തികളെ, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളെ നമുക്ക് ദൈവകരങ്ങളിൽ തന്നെ വിട്ടുകൊടുക്കാം. കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കുന്നതിന്റെ യാതനകൾക്ക് ദൈവമായ കർത്താവ് പ്രതിഫലം നൽകുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ കണ്ണുനീരിന്റെ താഴ്വരകള്, ഓരോ കണ്ണുനീർ തുള്ളികൾക്കും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. തീർച്ചയാണ്. കാരണം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ അലച്ചിലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പി ശേഖരിച്ചിട്ടുണ്ട്. ദൈവമക്കളെ, നമ്മൾ കടന്നു പോകുന്ന വഴികളില് നമ്മുടെ അലച്ചിലുകള് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ കണ്ണീർ കണങ്ങള് കുപ്പിയിൽ ശേഖരിക്കുന്ന ഒരു ദൈവം ഹാഗാറിന്റെ നിലവിളിക്ക് മുന്നിൽ കടന്നു വന്നവനാണെങ്കിൽ, ഹാഗാറിന്റെ മുമ്പില് മരുഭൂമിയില് നീരുറവ ഒരുക്കിയ ദൈവമാണെങ്കിൽ, ആ ദൈവം നമ്മളോട് പറയുകയാണ്, കടന്നു പോകുന്ന ഏത് മേഖലകളിലും ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഏത് തളർന്ന സാഹചര്യങ്ങളിലൂടെയാണോ നീ കടന്നു പോകുന്നത്, ആ വഴികളിൽ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ദൈവമക്കളെ, വീണ്ടും വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. യേശയ്യാ പ്രവാചന പുസ്തകം 41:17-18 തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദരിദ്രരും നിരാലംബരും ജലം അന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായി ഞാൻ അവർക്ക് ഉത്തരം അരുളും. ഇസ്രായേലിന്റെ ദൈവമായ ഞാൻ അവരൊരിക്കലും കൈവിടുകയില്ല. പാഴ്മലകളിൽ നദികളും താഴ്വരകളുടെ മധ്യ ഉറവുകളും ഞാൻ ഉണ്ടാക്കും. മരുഭൂമിയെ ജലാശയം, വരണ്ട പ്രദേശത്തെ നീരുറവയുമാക്കുമെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ആകാശവും ഭൂമിയും കടന്നു പോയാലും എന്റെ വാക്കുകൾ പറഞ്ഞവ തന്നെ നിറവേറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ദൈവം നമ്മളുടെ ജീവിതയാത്രയില്, നമ്മൾ കടന്നു പോകുന്ന മരുഭൂമിയില്, അല്ലെങ്കിൽ ശരീരം ക്ഷീണിച്ച് അവശനിലയിൽ ദാഹത്താൽ നാവ് പോലും വരണ്ടു പോകുന്ന ഒരു അവസ്ഥയിലൂടെ നീ കടന്നു പോകുമ്പോഴും, ദൈവമേ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്ന് നിലവിളിക്കുമ്പോഴും ഞാൻ നിനക്ക് ഉത്തരം അരുളും എന്ന് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവമക്കളെ, ജീവിതമാകുന്ന ഈ മരുഭൂമി യാത്ര ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കാം. കർത്താവ് നിങ്ങളെ എല്ലാ രോഗങ്ങളിൽ നിന്നും അകറ്റി നിർത്തുമെന്ന് നിയമാവർത്തന പുസ്തകം 7:15 പറയുന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ വേദനകള്, മനസ്സിന്റെ, ജീവിതത്തിന്റെ, ഹൃദയത്തിന്റെ, ശരീരത്തിന്റെ രോഗങ്ങള്, രോഗപീഠകള് ഇന്നത്തെ ദിവസം മുഴുവനും ഈശോയുടെ കരങ്ങൾ കൊടുക്കാം. പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക്, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക്, യേശുപിതാവിന്റെ കരങ്ങളിലേക്ക്, തൃത്തേ കൂട്ടായ്മയിലേക്ക്, തിരുക്കുടുംബത്തിലേക്ക് നമ്മുടെ ജീവിതമാകുന്ന പാനപാത്രം ഇന്ന് നമ്മൾ കാണുന്നവര്, കേൾക്കുന്നവര്, അറിയുന്നവര്, കണ്ടുമുട്ടുന്നവര് ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം. യേശുനാമത്തിന്റെ ശക്തി, വചനത്തിന്റെ കോട്ട കെട്ടി നമ്മെ, നമ്മുടെ കുടുംബത്തെയും, നമ്മുടെ എല്ലാ സംരംഭങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നമുക്ക് ഓരോരുത്തർക്കും ദൈവമായ കർത്താവ് പ്രദാനം ചെയ്യട്ടെ.